ഇതിന് ഇത് വളരെ മിനിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ അപകടം ഉണ്ടാകുന്നു ഉന്നതതല സമിതിയോ അല്ലെങ്കിൽ അതോറിറ്റി ഇങ്ങനെ മന്ത്രിതല സമിതിയോ എന്തെങ്കിലും ഈ രീതിയിൽ അങ്ങനെയല്ല. പോലീസും മോട്ടോർ വെഹിക്കിളും ചേർന്നുകൊണ്ട് ഒരു വലിയ പരിശോധനയും ഒരു വിലയിരുത്തലും നടത്താനുള്ള ഒരു സംവിധാനം ഉടനുണ്ടാക്കും. അതാണ് നല്ലത്. നമ്മളൊരു കമ്മിറ്റി വെച്ചതുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് അത് തീരില്ല. പ്രായോഗികമായി ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പോലീസാണ്, ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഇത് പരിശോധിക്കുന്ന ആൾക്കാർ, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർ രണ്ട് കൂട്ടരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കേരളം മുഴുവൻ ഡ്രൈവിലേക്ക് കൊണ്ടുപോകും. നമുക്ക് സംവിധാനങ്ങൾ കുറവാണ്, എന്നാൽ നമ്മുടെ സ്ട്രെങ്ത് കുറവാണെങ്കിലും പോലീസ് കൂടി സഹകരിക്കുമ്പോൾ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടാവും. പോലീസിൻ്റെ ലോറികൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. അത് ഈ ലോറികളുടെ അനിയന്ത്രിതമായ ഒരു പാച്ചിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അതൊക്കെ എങ്ങനെ നിയന്ത്രിക്കും? ഉണ്ട്. ഈ മെയിനായിട്ടുള്ളത് ഈ ഓവർലോഡ്, പിന്നെ ഈ ഓവർ സ്പീഡ്, ഇത് രണ്ടുമാണ് നമ്മളെ ലോറികളിൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം ലോറിയിൽ ഓവർലോഡ് കയറുമ്പോൾ വണ്ടിയുടെ ആ ഒരു നിർമ്മിക്കുന്ന ഡിസൈനിലൊരു ഇത് വെച്ചിട്ട് ഒരു അപകടം ഉണ്ടാകും. മറ്റൊന്ന് സ്പീഡിൻ്റെ കാര്യമാണ്. ഈ ചെറിയ ടിപ്പർ ലോറിക്കൊക്കെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോഡോട് കൂടി പിന്നെ കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ ഒരാൾ മുന്നിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു ഇതല്ല. അതിന് പകരം ട്രെയിൻ വരുന്ന പോലെ അവരെ പുറത്തുകൂടെ കയറി പോകുക എന്നുള്ളത്. ട്രെയിനിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ട്രെയിനിൻ്റെ മുമ്പിൽ ആൾ ചാടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളിത് പെട്ടെന്ന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ പുറത്തുകൂടെ അങ്ങ് പോകുക എന്നുള്ളത് കവിഞ്ഞ ഒരു ഇതുമില്ലാത്തൊരു നിലയിൽ. ടിപ്പറിനൊക്കെ ഒരു 2000 രൂപ പിഴ അടിച്ചിട്ട് പിഴയടച്ചൊന്നും വിടത്തില്ല. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ആ വണ്ടിയുടെ സ്പീഡ് ഗവർണർ തിരിച്ച് റീകണക്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ പേര് നടപടിയെടുക്കും. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ് കാര്യത്തിൽ. ഞാൻ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. ഇതൊന്നും ഊരിയിടാനോ ഒന്നും സമ്മതിക്കത്തില്ല. ട്രാഫിക് നിയമലംഘനം കണ്ടാൽ ഇപ്പോൾ സാധാരണ നമ്മൾ സസ്പെൻഡ് ചെയ്യുക. ഇപ്പം ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5000 രൂപ ഫൈൻ അടച്ചാൽ തിരിച്ച് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ കിട്ടില്ല. കേരളത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ അത് IDTRലോ അതിൻ്റെ സബ് സെൻ്ററായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി 5 ദിവസത്തെ ട്രെയിനിങ് എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ. പിന്നെ ചില കേസുകളിലൊക്കെ നമ്മളൊരു സാമൂഹ്യ സേവനം കൂടി വയ്ക്കുന്നുണ്ട്. അത് നിയമത്തിൽ വ്യവസ്ഥയുള്ള കാര്യമാണ്. പക്ഷേ 5 ദിവസം ട്രെയിനിങ് എല്ലാവർക്കും റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ 5 ദിവസം സേവനം മാത്രമല്ല 5 ദിവസം ഈ ട്രെയിനിങ്. അല്ലെങ്കിൽ 5000 രൂപ അടച്ചിട്ട് ഇതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ലൈസൻസ് ആരുടെ തന്നെ ആയാലും ശരി സസ്പെൻഡ് ചെയ്താൽ 5 ദിവസത്തെ ട്രെയിനിങ് IDTRൽ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററിൽ എടുത്തതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് മാത്രമേ RTO അത് പുനഃസ്ഥാപിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ NICയുമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയറിൽ തന്നെ മാറ്റം വരുത്താൻ ഒരു കാരണവശാലും ഇത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ഇനി ആർക്ക് കൊടുക്കില്ല. ഇപ്പോൾ കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. ആരുടെ ലൈസൻസ് പോയി നിങ്ങൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കാക്കാം. അവർ ഈ ട്രെയിനിങ്ങിന് പോവാതെ അവർക്ക് ഇത് തിരിച്ചു കൊടുക്കില്ല. അദ്ദേഹമായിട്ടുള്ള കാര്യങ്ങൾ ശബരിമല റോഡ് നമ്മുടെ സേഫ് ശബരിമല എന്നൊരു പദ്ധതി നടക്കുന്നുണ്ട്. അതിനുള്ളൊരു സാമ്പത്തിക സഹായവും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഈ അപകടങ്ങൾ പറ്റുമ്പോൾ എടുക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്, ക്രെയിനുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ, ഇപ്പോൾ കേരളത്തിലാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ വളരെ സ്ട്രിക്റ്റായി. ഇപ്പോൾ അദ്ദേഹം 2 ദിവസത്തിനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എല്ലാ താലൂക്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് തരത്തക്ക രീതിയിൽ. ഇപ്പോൾ KSRTC 13 ഡ്രൈവിംഗ് സ്കൂളുകൾ സ്ഥാപിച്ചു. അതിനെ തുടങ്ങിക്കഴിഞ്ഞു, ഹെവി തുടങ്ങി. അതിന് ബാക്കി ചെറിയ വണ്ടികൾ വരാനുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ നന്നാവുമ്പോൾ, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നന്നാവുമ്പോൾ കുറച്ച് ആക്സിഡൻറ്റ് കുറഞ്ഞു കിട്ടും. ഒരു ലൈസൻസ് എന്ന് പറഞ്ഞൊരു സീരിയസ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ അഭിമാനത്തോട് പറയാം, ഒരു ദിവസത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിക്കുന്നവരുടെ എണ്ണം വെറും 50% അതിൽ താഴെയാണ്. അപ്പോൾ അത് സ്ട്രിക്റ്റായി. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ പലതവണ എഴുതി എനിക്ക് കിട്ടിയ ഒരു ലൈസൻസ് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് ചിന്തിച്ചാൽ മാത്രമേ. അതുകൊണ്ട് നന്നായി പഠിച്ചിട്ട് വരാത്തവർക്ക് ഒഴികെ കൊടുക്കുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് പെർസെൻറ്റേജ് കൂടിയാൽ ഞങ്ങൾ ഉടനെ അവിടെ ആളിനെ നേരിട്ട് വിടുകയാണ്. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഒരു ടീമിനെ വിട്ടിട്ട് അവർ റീചെക്ക് ചെയ്യണം എന്തുകൊണ്ടാണ് അവിടെ ഈ 50% മുകളിലേക്ക് പോകുന്നത്. 50% അതിൽ താഴെയാണ് ഇപ്പോൾ എല്ലാ ഡ്രൈവിംഗ് എല്ലാ RTO ഓഫീസിലെയും ആവറേജ് 50% അതിന് താഴെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുമ്പ് കൊടുത്തിരുന്നത് 100% മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന് മാത്രമേ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ. ഒരു ദിവസം രാവിലെ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ വളരെ കർശനമായൊരു നിലപാടെടുക്കുമ്പോൾ സമരം ചെയ്യും, ബഹളം ഉണ്ടാക്കും, പ്രസ്താവന ഇറക്കും, നിങ്ങളെയൊക്കെ വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ അതൊന്നുമല്ല. ഡ്രൈവിംഗ് സ്കൂളുകൾ പാവങ്ങളാണ്, അവരെ രക്ഷിക്കാൻ ഗണേഷ് കുമാർ ദ്രോഹിയാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. ഞാനൊരു കണക്ക് പറയാം. 186 പേര് കുറഞ്ഞ ചാർജിൽ KSRTCയുടെ ഡ്രൈവിംഗ് സെൻറ്ററിൽ പഠിക്കാൻ ചേർന്നപ്പോൾ
KSRTCയുടെ കയ്യിൽ വന്ന പണം 15 ലക്ഷം രൂപയാണ്. അതിലൊരു 10 ലക്ഷവും KSRTC ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ചിലവാക്കി നോക്കി. പുതിയ വണ്ടികളൊക്കെ വാങ്ങിച്ചല്ലോ, അതെല്ലാം കുറച്ചോട്ടെ, പിന്നെ എത്ര രൂപ ലാഭം കാണും? അപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ വ്യവസായം എന്ന് പറയുന്നത് ഒരു പട്ടിണിക്കാരുടെ ഒരു കുഴപ്പം പിടിച്ച നഷ്ടം പിടിച്ചൊരു കാര്യമാണെന്നൊന്നും ആരും പറയരുത്. കാരണം അത് നമ്മൾ തന്നെ നടത്തി കാണിച്ചു കൊടുത്തു. KSRTCയുടെ പുതിയ വണ്ടി വാങ്ങിച്ചു, 2 പുതിയ കാറ്, 2 പുതിയ സ്കൂട്ടർ, പിന്നെ അത് ഇവരുടെ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ സിമുലേറ്റർ പോലുള്ള സാധനങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട് നമ്മൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് 15 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഞങ്ങളുടെ അവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ സ്വന്തം കാറ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിലൂടെ ഓടിച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇന്ന് കേന്ദ്രമന്ത്രി അക്കാര്യത്തിൽ നമ്മളെ കാര്യമായി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനായി കുറച്ച് പണം തരാം എന്ന് പറയുന്നു. ഞങ്ങൾ ഓൾറെഡി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, അത് അദ്ദേഹം തരാമെന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. ഡ്രൈവിംഗ് ട്രെയിനിങ്ങും ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ മാത്രമല്ല, ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകളെ ഒന്നുകൂടി ട്രെയിൻ ചെയ്യാൻ, ഈ പറഞ്ഞ പോലെയുള്ള അപകടം ഉണ്ടാക്കുന്നവരെ ഒന്നുകൂടി ട്രെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു റീജിയണൽ സെൻറ്ററും ചോദിച്ചിട്ടുണ്ട്. പഴയ ബസ്സുകൾ 1500ഓളം KSRTC ബസ്സുകൾ 15 വർഷം കഴിഞ്ഞു. 15 വർഷമുള്ള ബസ്സുകൾ പൊളിക്കണമെന്നാണ് കേന്ദ്ര നയം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മന്ത്രിയോട്? ഇല്ല, അക്കാര്യത്തിൽ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതിങ്ങനെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. അതിലിപ്പോൾ ഒരു വിഭാഗത്തിലേക്ക് പോകുന്നില്ല. കേരളത്തിന് KSRTCക്ക് പിടിച്ചു നീക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ വരും. കാരണം KSRTCയിൽ ഇത്രയധികം തൊഴിലാളികളുള്ളൊരു സ്ഥാപനം, കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നൊരു സ്ഥാപനം, ആ ഒരു പ്രസ്ഥാനത്തിനെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ അത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, കുഴപ്പമില്ല. കാരണം പുതിയ വണ്ടികൾ വാങ്ങുക എന്നുള്ളതാണ്. പുതിയ വണ്ടികൾ വാങ്ങാൻ ഗവൺമെൻറ് പണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് വന്നാൽ ഇപ്പം നമ്മൾ ഓൾറെഡി ചെറിയ വണ്ടികളും ഒരുപാട് വണ്ടികൾ വാങ്ങാനായിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. പുതിയ വണ്ടികൾ 4 സിലിണ്ടറിലേക്ക് മാറുകയാണ്. കാരണം ഫ്യൂവൽ എഫിഷ്യൻസിയും പൊല്യൂഷനും കുറഞ്ഞിരിക്കുന്ന 4 സിലിണ്ടർ വണ്ടികളിലേക്ക് മാക്സിമം മാറുകയാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ വണ്ടികളിൽ മൈലേജ് കുറവാണ്. പുതിയൊരു ടെക്നോളജിക്ക് മാറുമ്പോൾ ഇവരെല്ലാം പറയുന്നത് എന്താണ്, പണ്ട് 5 കിലോമീറ്റർ കിട്ടിയിടത്ത് 9 കിലോമീറ്റർ മതി. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ KSRTCയിലെ ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുക്കാത്തതുകൊണ്ട് ഡീസൽ കത്തിച്ച് കളയാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് പുതിയ ബസ്സിന് 2 കിലോമീറ്ററാണ് മൈലേജ്. അത് അശാസ്ത്രീയമായി ഡ്രൈവിംഗ് നടത്തുന്നതുകൊണ്ടാണ്. പക്ഷേ അതിന് ശരിയായ ട്രെയിനിങ് വണ്ടി ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടും. അതിനുവേണ്ടി 5 പേരെ എടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് ആരുടെ സമരം ചെയ്യുന്നു പറഞ്ഞിട്ട് ആ സമരം ഒന്നും മുകളിലേക്ക് എടുക്കത്തില്ല. ഡ്രൈവിംഗ് ട്രെയിൻ ചെയ്യാൻ ആളുകളെ എടുക്കും. അപകടരഹിതമായ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് വളരെ ആവശ്യമാണ്. കാരണം ഈ സൂപ്പർ ഫാസ്റ്റ് എടുത്ത് വണ്ടിയൊക്കെ പുതിയ വണ്ടിയാണ്, അതിന് മൈലേജ് കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷേ അത് ഡ്രൈവ് ചെയ്യുന്ന രീതി, അനാവശ്യമായ ആക്സിലേറ്റർ കൊടുത്ത് ഡ്രൈവ് ചെയ്യുന്ന രീതിയുടെ തെറ്റുകൊണ്ടാണ് അതിന് മൈലേജ് കിട്ടാത്തത്. അപ്പോൾ അത് പരിഹരിക്കാൻ ശരിയായ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു വണ്ടി വാങ്ങിച്ചു. ആ വണ്ടി വാങ്ങിക്കുമ്പോൾ ചില ആൾ ഓടിക്കുമ്പോൾ 3 കിലോമീറ്ററാണ് കിട്ടിയത്. ഇപ്പോൾ അവർ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം 5.5 കിലോമീറ്ററാണ് 1 ലിറ്റർ ഡീസലിന് കിട്ടുന്നത്. ഇരട്ടിയായി. കാരണം AC ഉള്ള വണ്ടിയാണെന്ന് ആലോചിക്കണം, ഇരട്ടിയായി. അപ്പോൾ അത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സമരം ചെയ്യുന്നത് ആളുകളുടെ മുമ്പിൽ പരിഹാസപാത്രമാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈ സമരക്കാർ പരിഹാസപാത്രമാവും. നമ്മൾ ഈ മൈലേജിൽ മാത്രമല്ല, ആക്സിഡൻ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാനും വണ്ടിയെ മെക്കാനിക്കലി ചീത്തയാക്കാതിരിക്കാനുമുള്ള പരിശീലനം കൊടുക്കാനാണ് ആളെ എടുത്തത്. അതിനകത്ത് രാഷ്ട്രീയം കാണുകയോ അതിന് പേരിലൊരു സമരം ചെയ്യുന്നതായിട്ട് ഇപ്പം ഞാൻ ഏതൊരു ചാനലിൽ കണ്ടു എന്ന് എന്നോട് CMD പറഞ്ഞു, പ്രമോദ് ശങ്കർ പറഞ്ഞു. ആ സമരത്തോട് ഒരു യോജിപ്പുമില്ല, ആ സമരം വില പോവില്ല.